നിലാവിലെ കുട്ടി നക്ഷത്രത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു കുട്ടി നക്ഷത്രമാണ്. ടോപ്പ് സിംഗറിലൂടെ നമ്മുടെയൊക്കെ മനം കവർന്ന തപസിക്കുട്ടിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. അതിഥിയെ പരിചയപ്പെടാം, കൂടുതൽ വിശദമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ തപസിക്കുട്ടി, നമ്മുടെയൊക്കെ മനം കവർന്ന പാട്ടുകളാണ് തപസി ടോപ്പ് സിംഗറിലൂടെ തന്നത്. അപ്പൊ ഈ ടോപ്പ് സിംഗറിലോട്ട് പോവാൻ ആരുടെ താല്പര്യമായിരുന്നു? തപസിക്കുട്ടിയുടെ ആണോ അതോ അച്ഛന്റെയും അമ്മേന്റെയും ആണോ? എല്ലാവരും താല്പര്യമായിരുന്നു. എനിക്ക് പാട്ടൊക്കെ ഇഷ്ടമായിരുന്നു. ചെറുത് മുതലേ പാടുമായിരുന്നോ തപസി? പാടും. അപ്പൊ ആരുടെ താല്പര്യമായിരുന്നു? തപസി പറഞ്ഞോ ഞാൻ ടോപ്പ് സിംഗറിൽ പോകുന്ന അമ്മേന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല, ഞാൻ ചെറുതായി പാടുമായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു ഇങ്ങനെ പോവാ. അമ്മ പറഞ്ഞു പിന്നെ നമുക്ക് കൊടുത്ത് നോക്കാം, കിട്ടിയാൽ ആയില്ലേ എന്ന് പറഞ്ഞ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ആടുന്ന് കിട്ടുന്നില്ല കാര്യത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്നിട്ട് ആദ്യം കണ്ടപ്പം ജഡ്ജസിനെയൊക്കെ കണ്ടപ്പം ലെജൻസ് ആയിട്ടുള്ള ജഡ്ജസ് ആണ്. അപ്പം അവരെ കണ്ടപ്പോ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു അവരെ മുന്നിൽ പാടുമ്പോഴൊക്കെ? ഫസ്റ്റ് ഒക്കെ പേടിയുണ്ടായിരുന്നു, പിന്നെ എല്ലാരും കൂട്ടായി പിന്നെ പേടിണ്ടായിരുന്നു. അതെല്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട ജഡ്ജ് ആരാണ് ആ കൂട്ടത്തില്? മധുസാറിനെയാണ് ഇഷ്ടം. മധുസാറിനെയാണ്. എന്തുകൊണ്ടാണ് മധുസാറിനെ ഇഷ്ടപ്പെടാൻ? അതില് റിമി ചേച്ചി ഉണ്ടായിരുന്നു, അതുപോലെ MG സാർ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മധുസാറിനെ ഇഷ്ടപ്പെടാൻ കാരണം? അത് ഞാനിപ്പം വരിയൊക്കെ തെറ്റിയാ പാടിത്തരും മധുസാറ്. അപ്പോ ടോപ്പ് സിംഗർ വേദിയിൽ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിൽ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട ഏറ്റവും മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ഒരു പാട്ട് ഏതാണ്? എല്ലാവരും ജഡ്ജസ് ഒക്കെ നല്ലൊരു കമന്റ് പറഞ്ഞ ഒരു പാട്ട് ഏതാണ്? നമുക്ക് വേണ്ടി 2 വരി പാടാമോ? കരിനീല കണ്ണിരന്തടി കവിമുല്ലപ്പൂവിലെന്തടി കിളിവാതിൽ ചില്ലിലൂടെ മിന്നായം ഒളിക്കണ്ണാൽ എന്നെ നോക്കവേ കളിയായ കണ്ട കാര്യം മറുവാക്കാൽ ചൊല്ലി മെല്ലെ നീ വായാടി. അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. നമ്മളെ ടോപ്പ് സിംഗറിൽ എപ്പോഴും തപസിക്കുട്ടീന്റെ പാട്ടൊക്കെ കേൾക്കുന്നതല്ലേ, അതുകൊണ്ട് നമുക്കിത് പുതുമയൊന്നും തോന്നുന്നില്ല. തപസിയുടെ സംഗീതം പഠിക്കുന്നുണ്ടോ തപസി? ആരാണ് ഗുരു? ആരാണ് പഠിപ്പിക്കുന്നത്? ഫസ്റ്റ് ബിബി മാഷിന്റെ അടുത്തായിരുന്നു, പിന്നെ ഞാൻ ശ്രീനിവാസൻ മാഷിന്റെ അടുത്താണ് പഠിക്കുന്നത്. അതെല്ലേ. ഓക്കെ. അപ്പം എവിടെയാണ് സ്ഥലം? എവിടെയാണ് പഠിക്കുന്നത്? കോട്ടപ്പാറ. ഓക്കെ. അപ്പം ടോപ്പ് സിംഗറിൽ പോയ സമയത്ത് കുറെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ആരൊക്കെയായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ്? എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. കുറച്ചും കൂടി ഇഷ്ടമാക്ക് ശ്രേഷ്ഠനാണ്. ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ എല്ലാരുമായിട്ട്? ശ്രേഷ്ഠുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ഉണ്ട്. അപ്പം ടോപ്പ് സിംഗറിൽ വന്നതിന് ശേഷം എല്ലാരും തിരിച്ചറിയുന്നുണ്ടോ? തപസിക്കുട്ടി വഴിയിലൊക്കെ പോകുമ്പോ അയ്യോ ഇത് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കുട്ടിയല്ലേ എന്ന് പറയാറുണ്ടോ? പറയാറുണ്ട്. അപ്പൊ അതില് തപസിക്ക് ഏറ്റവും ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോ പറഞ്ഞതില് മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഉണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടാകുമ്പോ തപസിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നേ? എവിടെയെങ്കിലും കണ്ട് റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെങ്കിലും പോകുമ്പോൾ തപസിനോട് അയ്യോ ഇത് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കുട്ടിയല്ലേ എന്ന് ചോദിച്ചേ ആ ഒരു സിറ്റുവേഷൻ? എങ്ങനെയാ പറഞ്ഞ അവര്? എനിക്ക് അവര് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, നമ്മളെ തപസിക്കുട്ടിയല്ലേ പറഞ്ഞു. അതെയോ? അപ്പൊ തപസി ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വീട്ടിൽ നിന്ന് തന്നെയല്ലേ? കഴിഞ്ഞ ഓണം എവിടുന്നായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്? ഞാൻ അവിടുന്ന് ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് നാട്ടിൽ നിന്നായിരുന്നു ഓണം. അതെല്ലേ. അവിടെ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഓണമൊക്കെ അല്ലേ, നല്ലൊരു ഓണപ്പാട്ട് പാടിത്തരാൻ പറ്റുമോ? ഒരു 2 വരി. ഉത്രാട് പൂനിലവേ വാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാട് പൂനിലവേ വാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാട് പൂനിലവേ വാ.
ഓണത്തിന്റെ അനുഭൂതിയൊക്കെ നമുക്ക് കിട്ടിയ പോലെ ഉണ്ടല്ലേ. തപസിക്കുട്ടീന്റെ ആ ഒരു ഉത്രാടപ്പൂനിലാവേ, ഓണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തുന്ന പാട്ടാണിത്. നമ്മുടെയൊക്കെ മനസ്സൊക്കെ നിറഞ്ഞു ആ ഒരു കുഞ്ഞു വോയിസിൽ ആ ഒരു പാട്ട് കേട്ടപ്പോൾ. അപ്പൊ തപസിക്കുട്ടി ഈ ടോപ്പ് സിംഗറിൽ പോകുമ്പോൾ ലിറിക്സ് ഒക്കെ പഠിക്കണ്ടേ? അതൊക്കെ ഈ 2 ദിവസം കഴിഞ്ഞ അടുത്ത ഷൂട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ ലിറിക്സ് ഒക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റാറുണ്ടോ? കുറച്ച് വലിയ പാട്ടാണെങ്കിൽ ഒരു 3-4 ദിവസത്തിൽ പഠിക്കും. ചെറിയ പാട്ടാണെങ്കിൽ ഞാൻ 2 ദിവസത്തിൽ പഠിക്കും. അതെ അല്ലേ. ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നിയത് ഏത് പാട്ടാണ്? തപസി ഏറ്റവും കൂടുതൽ എല്ലാ പാട്ടും പാടുന്നതിന് അപേക്ഷിച്ച് തപസിക്ക് ഏത് പാട്ട് പഠിക്കാനായിരുന്നു ഒരു ടഫായിട്ട് ആ സമയത്ത് തോന്നിയ ഒരു പാട്ട്? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഒരു പാട്ടും അങ്ങനെ തോന്നിയിട്ടില്ല, എല്ലാം പഠിച്ചെടുക്കും. അപ്പം നമുക്ക് ഈ ഒരു ദിവസം ഓണ ദിവസത്തില് തപസിക്കുട്ടീന്റെ വീട്ടില് എന്തൊക്കെയാണ്, ആരാണ് പൂവിടാറുള്ളത്? എന്റെ അമ്മമ്മയാണ് ഇടാറുള്ളത്. അമ്മമ്മയാണ്. അപ്പം അമ്മമ്മേന്റെ പൂക്കളൊക്കെ ഭയങ്കര രസമാണോ കാണാൻ വേണ്ടിട്ട്? ഭയങ്കര രസമാണ്. അപ്പം തപസിക്കുട്ടി വെറുതെ പോയി ഒന്ന് ഞാനും കൂടെ ഇട്ടോട്ടെ എന്ന് പറഞ്ഞ് നിക്കുവോ? അതോ രാവിലെ എണീക്കോ ഓണത്തിന്റെ അന്ന്? ഞാൻ അമ്മ വിളിക്കുമ്പോ എണീക്കും. അമ്മ വിളിക്കുമ്പോ എണീക്കും, എന്നിട്ട് അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോവും. ഓക്കെ. അപ്പം തപസിക്കുട്ടീന്റെ ആ ഓണമൊക്കെ നമ്മളൊന്ന് കേൾക്കട്ടെ. എങ്ങനെയാണ് രാവിലെ ഉറങ്ങി എണീറ്റ് ആ തപസിക്കുട്ടീന്റെ ഓണ ദിവസം എങ്ങനെയാണ്? ഞാൻ രാവിലെ എണീച്ചിട്ട് എല്ലാം ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ പോയി വന്ന് അപ്പൊ അമ്മമ്മ പൂക്കളും പകുതി ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് എന്റെ പകുതി. അതെ അല്ലേ. പിന്നെ സദ്യക്കും. സദ്യക്ക് കൊറേ കൂട്ടാനൊക്കെ ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ. വിഭവ സമൃദ്ധമായ സദ്യ അല്ലെ. നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് വിഭവ സമൃദ്ധമായ സദ്യയാണ് അല്ലെ. ഓക്കെ. അപ്പം നമ്മളെ തപസിക്കുട്ടീന്റെ പാട്ട് കേൾക്കാനായിരിക്കും വർത്താനത്തിനേക്കാളും കൂടുതൽ നമ്മുടെ സിറ്റി ചാനൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇനി ഒരു പാട്ടും കൂടെ ആയാലോ? ഏതെങ്കിലും ഒരു പാട്ട്, ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. മേരെ മനിയെ ബത്താതേ തോ किस और जरा है तो क्या पारा नहीं तूने क्या ढूंढ रहा है तो जो है अनकही जो है अनसुनी वो बात क्या है बता मितवा कहे धड़कने तुझसे क्या. ഏത് പാട്ട് പാടിയാലും ഗൂസ് ബംസ് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു പാട്ട് അടുത്തിരുന്ന് കേൾക്കുമ്പോൾ അത് നമ്മുടെ തപസിക്കുട്ടീന്റെ ആ സ്വീറ്റ് വോയിസിൽ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സിന് തന്നെ കുളിര് കോരുകയാണ്. അപ്പം തപസിക്കുട്ടി പാട്ടിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാണ് വീട്ടിലെല്ലാം സപ്പോർട്ടാണ്. കുറച്ചും കൂടി അമ്മയും അച്ഛനൊക്കെയാണ്. അമ്മയും അച്ഛനുമാണ്. അമ്മ എല്ലാ ലിറിക്സും എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മള് ഈ ലൊക്കേഷൻ ഷൂട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മ എല്ലാം അടുത്തിരുന്ന് പറഞ്ഞു തരും അല്ലെ, ഓരോന്നായിട്ട്. ടോപ്പ് സിംഗറിൽ പോയാലും അങ്ങനെ തന്നെയായിരുന്നോ? എപ്പോഴും അമ്മ തന്നെയാണോ ടോപ്പ് സിംഗറിൽ കൂടെ വരിക? അമ്മയും അച്ഛനും വരും. അമ്മയും അച്ഛനും ഇടയ്ക്കിടയ്ക്ക് അമ്മയെ വരില്ല. അതല്ലേ. ഓക്കെ. അപ്പം ഇനി വേറെ ഏതെങ്കിലും പോവാൻ വേണ്ടിട്ട് താല്പര്യം ഉണ്ടോ ഇനി വരുന്ന സീസണിലൊക്കെ ഉള്ള? എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാനുള്ള താല്പര്യം. അതെല്ലേ. കുറച്ചൊന്ന് ഞാൻ റിലാക്സ് ആവട്ടെ അല്ലെ ആന്റി എന്നല്ലേ. കുറച്ചൊന്ന് ഞാൻ റിലാക്സ് ആവട്ടെ, കുറേ എല്ലാം പഠിച്ചെടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുന്നല്ലേ. ഓക്കെ. അപ്പം നമുക്ക് പ്രേക്ഷകർക്ക് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവും. അപ്പൊ തപസിക്കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 2ാം ക്ലാസ്. 2ാം ക്ലാസ്സിലാണ്. ഏത് സ്കൂളിലാണ്? ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ലിറ്റിൽ ഫ്ലവറില്. ഓക്കെ. അപ്പം എക്സാം ഒക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? സിമ്പിള്. നല്ല മാർക്ക് കിട്ടാറുണ്ടോ? പിന്നെ നമ്മുടെ ഈ ഒരു ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് എഴുതാനും ഒക്കെ കുറെ ഉണ്ടാവില്ലേ? അപ്പൊ ആ സമയത്തും പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നോ? അതെല്ലേ. പാട്ടും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നോ തപസിക്കുട്ടിക്ക്? അതെല്ലേ. അപ്പം വലുതാവുമ്പോ തപസിക്ക് ഏറ്റവും ആഗ്രഹം വലിയൊരു ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെയാണോ? പാട്ട് മാത്രം കൊണ്ടുപോകാനാണോ അതോ പാട്ടും ജോബും ഒരുമിച്ച് കൊണ്ടുപോകാനാണോ? പാട്ടും ജോബും. ആരാവാനാണ് ആഗ്രഹം?
കളക്ടർ, അയ്യോ കളക്ടർ ആവട്ടെ കേട്ടോ, പ്രാർത്ഥിക്കുന്നു ആന്റി. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ഓണനിലാവിലെ കുട്ടി നക്ഷത്രം എന്നുള്ള പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടി ഗായികയ്ക്ക് ഒരു സമ്മാനം നമ്മുടെ സിറ്റി ചാനലിന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓണനിലാവിലെ കുട്ടി നക്ഷത്രത്തിന് നമ്മുടെ തപസിക്കുട്ടിക്ക് ഒരു കുഞ്ഞു സമ്മാനം സിറ്റി ചാനലിന്റെ വക. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ സിറ്റി ചാനൽ പ്രേക്ഷകരോട് എന്താണ് ഈ ഒരു ഓണ ദിവസം പറയാനുള്ളത്? എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, അപ്പൊ നമ്മുടെ തപസിക്കുട്ടീന്റെ വക എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞിരിക്കുകയാണ്. സിറ്റി ചാനലിന്റെ വക എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.